ദൈവനാമത്തിന് മഹത്വം. ഈ നിലയിൽ ദൈവവചനവുമായിട്ട് ഇവിടെ നിൽപ്പാൻ ഇടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഈ വർഷത്തെ അവസാനത്തെ സന്ദേശം കേൾപ്പാനായിട്ട് അല്ലെങ്കിൽ പറവാനായിട്ട് ദൈവം അടിയനെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പ്രാപ്തനെണ്ണിയ ദൈവത്തിന് ഞാൻ സകല മഹത്വം കരയറ്റുന്നു. നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്ത് നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നാം നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതിക കാര്യം ചിന്തിക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങൾ, വലിയ വീട് അല്ലെങ്കിൽ വലിയ കാറ്, വലിയ ശമ്പളമുള്ള ജോലി, നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നവരാണ്. ഭൗതികമായിട്ട് നമുക്ക് വലിയ കാര്യങ്ങൾക്കാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. ചെറിയ താല്പര്യമുള്ളവരുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും പൊതുവെ എല്ലാവർക്കും വലിയ കാര്യങ്ങൾക്കാണ് താല്പര്യമുള്ളത്. എന്നാൽ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത്തരത്തിൽ ഉള്ള ഒരു ആഗ്രഹം നമുക്കില്ലാതെ പോകാറുണ്ട്. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, എല്ലാവർക്കുമല്ല, പൊതുവായിട്ട് പറയുകയാണ്. എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ വലിയ ആത്മീയതൊന്നും വേണ്ട, വലിയ ഭക്തിയൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. നമുക്കറിയാം, വില്യം കേറി എന്ന് പറഞ്ഞ ഒരു പ്രത്യാശുണ്ടായി. താൻ സറാംപൂർ അല്ലെങ്കിൽ കൊൽക്കത്തയിലാണ് താൻ കർത്താവിൻ്റെ വേല ചെയ്തത്. ഞാൻ വിചാരിക്കുന്നു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്ത ആയിരുന്നിരിക്കണം. തൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുകയും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുമെന്നാണ് പ്രിയ വില്യം കേറി പറയുന്നത്. നമുക്കറിയാം, താൻ ക്രിസ്തീയ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ വളരെ സ്വാധീനിച്ച ഒരു മിഷണറി വീരനാണ് പ്രിയ വില്യം കേറി. താൻ കൊൽക്കത്തയിൽ കർത്താവിൻ്റെ വേല ചെയ്ത് നമുക്കറിയാമല്ലോ. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിന് ശ്രദ്ധകളെ ക്ഷണിക്കുകയാണ്. മർക്കോസ് സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം, അതിൻ്റെ 3 മുതൽ 7 വരെ വായിക്കുന്നത് വായിക്കാം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെ. അവർ ബേഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വലിയേറിയ സ്വച്ഛ ജഡമാംസിത്തൈലം തൈലവുമായി വന്നു. ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ൽ വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർ കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ നീരസപ്പെട്ട് അവളെ ബത്സിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവൾ അസഹ്യപ്പെടുത്ത എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്കു നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ഇത് യേശുകർത്താവിൻ്റെ മരണത്തിന് ചില ദിവസങ്ങൾക്കും സംഭവിച്ച ഒരു കാര്യമാണ്. ഈ പ്രത്യേകമായ കാര്യത്തെക്കുറിച്ചിട്ട് യോഹന്നാൻ എഴുതുമ്പോൾ താൻ കുറച്ച് വ്യത്യസ്തമായ വിവരം നൽകുകയാണ്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്കിലും വായിക്കേണ്ടതില്ല. ഞാനെങ്കിലും അതിൻ്റെ കണ്ടന്റ് പറയാം. അവിടെ വായിക്കുന്നു: യേശു മരിച്ചവെന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് ശേഷം 6 ദിവസം മുമ്പേ വന്നു. നാം പറയുന്നത് ഇവിടെ വായിക്കുകയായിരുന്നു. നാം മർക്കോസ് സുവിശേഷത്തിൽ ഇവിടെ ഒരു സ്ത്രീ എന്നാണ്. ഒരു സ്ത്രീ, ആ പറയപ്പെടുന്ന സ്ത്രീ എന്നുള്ളത് നാം യോഹന്നാൻ വായിക്കുന്നത് അത് ബേഥാനിയയിലെ മറിയയായിരുന്നു. നാം ബൈബിൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 മറിയമാർ ബൈബിളിലുണ്ട്. ഒന്ന് യേശു കർത്താവിൻ്റെ അമ്മ മറിയ, മറ്റൊന്ന് ബേഥാനിയയിൽ മറിയ, മറ്റൊന്ന് മഗ്ദലക്കാരത്തി മറിയ. ഈ 3 മറിയമാരും യേശുവിനെ വളരെ സ്വാധീനിച്ച, വളരെ ബന്ധമുള്ള വ്യക്തിയിലാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്ന മറിയ എന്നുള്ളത് അത് ബേഥാനിയയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും സഹോദരിയായ മറിയയായിരുന്നു. താൻ അവിടെ വരുമ്പോൾ നാം മർക്കോസ് സുവിശേഷം വായിക്കുന്നത് ഒരു വിലയേറിയ ഭരണി സ്വച്ഛ ജഡമാംസിത്തൈലം, ഇംഗ്ലീഷ് വായിക്കുന്നത് അലാബസ്റ്റർ ഓയിൽ എന്നാണ്, അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ വളരെ വളരെ വിലയേറിയ ഒരു തൈലമായിരുന്നു അത്. കർത്താവിൻ്റെ മരണത്തിന് 1-2 ദിവസം സംഭവിക്കുന്ന കാര്യമാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഈ വലിയ വിലയേറിയ ഇതൊക്കെ കൊടുത്തപ്പോൾ ശിഷ്യന്മാരായിരുന്നവർ പറയുകയായിരുന്നു, ഈ വെറും ചെലവ് എന്തിന്? ഇത് വിറ്റ് യു ക്യാൻ ഗിവൻ ടു പുവർ പീപ്പിൾ എന്ന് വെച്ചാൽ അവർ പറയുകയാണ്,
നിങ്ങൾ മറിയ ചെയ്ത പ്രവൃത്തി അത് അത്രമേൽ വലിയതല്ല, മറിച്ച് അതിനേക്കാൾ മേത്തരമായ പ്രവൃത്തി എന്നുള്ളത് കർത്താവിന് കൊടുക്കാതെ ഇത് മറ്റൊരു കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് ബി ഗുഡ് എന്ന് അവർ പറയുകയാണ്. നാം ഈ വേദഭാഗത്തെ കുറിച്ചിട്ട് നാം മറ്റ് ഗോസ്പൽസ് വായിക്കുമ്പോൾ ശിഷ്യന്മാർ, നാം മത്തായി വായിക്കുന്ന ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞ് വായിക്കുന്നു, എന്നാൽ മർക്കോസിൽ വായിക്കുന്ന ചിലർ എന്ന് വായിക്കുന്നു. എന്നാൽ യോഹന്നാൻ കുറെ കൂടി സ്പെസിഫിക് ആണ്. യോഹന്നാൻ പറയുകയാണ് അതിൻ്റെ 4-ാം വാക്യത്തിൽ, അവൻ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കുര്യോത്താവാണ് അങ്ങനെ പറഞ്ഞത്. ഈ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഗിവൺ ടു പുവർ പീപ്പിൾ, കർത്താവിന് കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പറയുകയായിരുന്നു. എന്നാൽ ഞാൻ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ശിഷ്യന്മാർ അതിനെ വിമർശിച്ചു അല്ലെങ്കിൽ അവർ ശാസിച്ചു. എന്നാൽ കർത്താവ് ഈ പ്രവൃത്തിയെ ശ്ലാഘിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറയുകയാണ്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, നിങ്ങൾ എന്തിനാണ് അവളെ അസഹ്യപ്പെടുത്തുന്നത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തതെന്ന് എന്ന് യേശു കർത്താവ് പറയുകയാണ്. ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്നുള്ളത്, ശിഷ്യന്മാർ വിചാരിക്കുക ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നാം ഇംഗ്ലീഷ് വരുമ്പോൾ വായിക്കുന്നത് വൈ ദിസ് വേസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ കർത്താവ് നല്ല പ്രവൃത്തി എന്ന് ചിന്തിക്കുന്ന പ്രവൃത്തി അത് കേവലം വേസ്റ്റായ ഒരു പ്രവൃത്തിയായിട്ട് മനുഷ്യർക്ക് തോന്നി എന്ന് വേണം ചിന്തിപ്പാനായിട്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ആഴത്തിൽ അല്ലെങ്കിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ പറഞ്ഞ മറിയ കൊടുത്ത ആ ഭരണി എണ്ണയ്ക്ക് എത്ര വാല്യൂ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിങ്ങനെയായിരുന്നു, ഒരു സാധാരണക്കാരൻ, ഒരു ലോവർ ക്ലാസ് വർക്കർ, താൻ ഒരു വർഷം മുഴുവൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അത്രയും പൈസ വേണം ഈ ഒരു എക്സ്പെൻസീവായിട്ട് ഓയിൽ വാങ്ങിക്കാനായിട്ട്. എന്ന് വെച്ചാൽ മറിയ ഒരു സാധാരണക്കാരിയ സ്ത്രീ ആയിരുന്നിരിക്കണം, ആണ്, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഈ മറിയ ഒരു വർഷം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് മറിയ ഈ ഓയിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വില കൊടുത്തിട്ടാണ് മറിയ കാര്യം ചെയ്തത്. നാം ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, മറിയ ഇത് അവിടെ ചെന്ന ഭരണി പൊട്ടിച്ച് പരിപൂർണമായിട്ടും കർത്താവിനായിട്ട് മറിയ അത് കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇത്ര വലിയ വില കൊടുത്തിട്ടും ശിഷ്യന്മാർ പറയുകയാണ്, ഇത് കേവലം നിസ്സാരമായ പ്രവൃത്തിയാണ്, യു കുഡ് ഡൺ മച്ച് മോർ, ഇതിനേക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. നിങ്ങൾ പഠിച്ചു കാണണം, എക്കണോമിക്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊരു കോസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന പണത്തിന് നമുക്ക് സപ്പോസ് ഒരു പണം കിട്ടിയെന്നിരിക്കട്ടെ, ആ പണം വേറെ ഭംഗിയായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു തിയറി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയാം. അവർ പറയുകയാണ്, നീ ചെയ്ത് തെറ്റായിപ്പോയി, നീ കർത്താവിന് കൊടുക്കാതെ അത് മറ്റവർ കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് മറിയോട് ശിഷ്യന്മാരെ പറയുകയാണ്. നേരത്തെ പറയുകയുണ്ടായി, കർത്താവ് ശ്ലാഘിച്ച ഒരു പ്രവൃത്തിയായിരുന്നു അത്. എന്നാൽ ശിഷ്യന്മാർ പറയുകയാണ്, യൂത പറയുകയാണ്, ഇത് പോരാ, ഇതിനേക്കാൾ മെച്ചമായിട്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്ന് യൂത പറയുകയാണ്. ഞാൻ ഈ വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയ ഒരു പ്രത്യേകമായ കൊട്ടേഷനുണ്ട്. എൻ്റെ വെൻ ഐ വാസ് ഇൻ ലേറ്റ് ടീൻസ് ആക്ച്വലി എന്നെ വളരെ സ്വാധീനിച്ച പ്രസംഗമുണ്ട്. തൻ്റെ പേര് ലീന റാവൻഹിൽ എന്നാണ്, നിങ്ങൾക്ക് ഒരു അറിയാമായിരിക്കണം. തൻ്റെ വളരെ പ്രസിദ്ധമായ ബുക്കുമുണ്ട്, വൈ റിവൈവൽ ടാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. തൻ്റെ പ്രസിദ്ധമായിട്ട് കൊട്ടേഷൻ ആയിരുന്നു, ഇഫ് വി ഡിസ്പ്ലീസ് ഗോഡ് ഡസ് ഇറ്റ് മാറ്റർ ഹൂം വി പ്ലീസ്, ഇഫ് വി പ്ലീസ് ഹിം ഡസ് ഇറ്റ് മാറ്റർ ഹൂം വി ഡിസ്പ്ലീസ്. നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന് വരികിൽ മറ്റാരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇഫ് വി പ്ലീസ് ഹിം, നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് വരികിൽ വേറെ ആര് ദുഃഖിച്ചാലും എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നാം കണ്ട അവസ്ഥയിൽ മറിയ ചെയ്ത പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഇതിനേക്കാൾ മേത്തരമായ പ്രവൃത്തി ഉണ്ടായിരുന്നു, നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അവനെ, അല്ലെങ്കിൽ യൂദ അവളെ ശാസിക്കുകയായിരുന്നു. ഈ വേദഭാഗം വായിച്ചപ്പോൾ പലപ്പോഴും നമ്മോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും ആയിരിക്കുന്ന അവസ്ഥ, നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികൾ കാണുമ്പോൾ അതിനത്ര കണ്ട് ക്ലാരിറ്റി ഇല്ല, അതിനേക്കാൾ കുറെ കൂടി ഭംഗിയാക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അനേകരുണ്ടായിരിക്കാം. ആത്മീയമായ കാര്യം ഞാൻ പറയുന്നത്, ആത്മീയമായ ജീവിതത്തിൽ അങ്ങനെ പറയുന്ന അനേകരുണ്ട്. പലപ്പോഴും നാം അത് കേട്ടുമ്പോൾ നാം പിൻവാങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ നാം കൂടെ ഉത്സാഹമില്ലാത്ത തീരുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാലേ മറിയ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കാണിച്ചെന്ന് നാം വായിക്കുന്നില്ല. മറിയയെ കർത്താവ് തന്നെ ശ്ലാഘിക്കുകയുണ്ടായി. നാം ആഗ്രഹിക്കേണ്ടത് കർത്താവ് നമ്മളെ ശ്ലാഘിക്കണം. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുവേലക്കാർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ
മേ ബി ഭാര്യയോ ഭർത്താവോ ഒക്കെ ഒരു പക്ഷെ നമ്മൾ ശ്ലാഘിച്ചില്ലെന്ന് വന്നാകാം. എന്നാൽ കർത്താവ് ശ്ലാഘിക്കുന്നുണ്ട് എന്ന് വരികിൽ അത് മതി എന്ന് ചിന്തിപ്പാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതുണ്ട്. നാം യോഹന്നാൻ സുവിശേഷത്തിൽ വരുമ്പോൾ നാം മറ്റ് വേദഭാഗങ്ങൾ വായിക്കുന്നത് യേശു കർത്താവിൻ്റെ തലയിൽ പൂശി എന്നാണ്. എന്നാൽ യോഹന്നാൻ എഴുതുന്നത് ഇങ്ങനെയാണ്, അവിടെ യേശുവിൻ്റെ കാലിൽ പൂശി എന്നാണ്. കാലിൽ പൂശി എന്ത് തന്നെയായാലും കർത്താവിന് അത് പൂശി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്ന കാര്യമുണ്ട്. അതിൻ്റെ മൂന്നാം വാക്യത്തിൽ, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പഴയകാലത്ത് സ്ത്രീകൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അവരുടെ മുടി എന്നുള്ളത്. ഇപ്പോൾ ഒരു അങ്ങനെയില്ലായിരിക്കാം, എങ്കിൽ പോലും അന്ന് കാലഘട്ടങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് മുടി. എന്നാൽ ആ മുടി ഉപയോഗിച്ച് കർത്താവിൻ്റെ കാലുകൾ തുവർത്തുവാനായിട്ട് മറിയ തുനിയുകയുണ്ടായി. ഞാൻ ആ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുമോ? എന്നാൽ അപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് വരികയിൽ എത്രമേൽ സ്നേഹം തനിക്ക് കർത്താവിനോടുണ്ട് എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നതിനപ്പുറമായ സ്നേഹം മറിയയ്ക്ക് കർത്താവുണ്ട്. അതുകൊണ്ടാണ് മറിയ ഇത്രമേൽ വലിയ വില കൊടുത്തിട്ട് കർത്താവിനെ സൂക്ഷിപ്പാൻ താൻ കടന്നു വന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മുൻപോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു. കർത്താവ് വലിയ നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെറ്റീരിയൽ നമുക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യം വരുമ്പോൾ നാം വളരെ കുറച്ച് ചിന്തിക്കുന്നവരാണ്. നാം ഹഗ്ഗായി പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകമായ വാക്യമുണ്ടല്ലോ, യഹോവയുടെ ആലയം നശിച്ചിരിക്കെ നിങ്ങൾ തട്ടിട്ട് വീട്ടിൽ പാർപ്പാൻ കാലമായെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ആ കാലഘട്ടം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് അവർ ആരും യഹോവയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ദൈവം ഹഗ്ഗായി എന്ന പ്രവാചകൻ അയക്കുകയാണ്. അവിടെ പറയുകയാണ്, യഹോവയുടെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട് നിങ്ങൾ പാർപ്പാൻ കാലമായോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ഞാൻ നേരത്തെ ബില്ലങ്കയുടെ വാക്കുകൾ ഓർപ്പിച്ച പോലെ ദൈവത്തിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതുണ്ട്. നാം അതിന് മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ കാര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അവിടെ പറയുന്നത് ഇവളെ ശാസിച്ച വ്യക്തി അത് ഇസ്കരാത്ത് യൂദായാണ്. 6-ാം വാക്യം ഇങ്ങനെയാണ്, ഇത് യൂദയുടെ വാക്യം ഇങ്ങനെയാണ്, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വെക്കുന്നത് കൊണ്ടുമായിരുന്നു അത്രേ പറഞ്ഞത്. ഞാൻ ഈ വേദഭാഗങ്ങൾ അടുത്താണ് ശ്രദ്ധിച്ചത്. ഈ യൂദ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് താൻ ദരിദ്രന്മാരെ കുറിച്ച് എനിക്ക് ഉള്ളത് കൊണ്ടൊന്നുമായിരുന്നില്ല, മറിച്ച് താൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. എന്ന് വെച്ചാൽ താൻ മുൻപും പലപ്പോഴായിട്ട് ഈ പണസഞ്ചിയിൽ നിന്ന് പണമെടുത്ത് തൻ്റെ സ്വകാര്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലനോട് രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കർത്താവിന് ഇത് അറിയാതെ കർത്താവിനെ അവിടെ മാറ്റിയൊന്നുമില്ല. കർത്താവിനെ അറിയാൻ എടുക്കുന്നുണ്ടെന്നില്ലയോ, കർത്താവിനെ മാറ്റിയതൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ യൂദ ഇത്തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ കർത്താവിനെ വിലക്കിയില്ല, അല്ലെങ്കിൽ കർത്താവ് അറിഞ്ഞാൻ മാറ്റിയൊന്നുമില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു അവനിങ്ങനെ എടുത്തെടുത്ത് എന്തുണ്ട് അവസാനം എന്തുണ്ടായി? ചെറിയ കാര്യം, ചെറിയ പണമായിരിക്കാം അവൻ എടുത്തെടുത്ത് എന്തുണ്ടായി? കുറച്ചു ശേഷം അവൻ ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുകയുണ്ടായി പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തനിക്ക് കിട്ടിയ പണം തനിക്കൊരിക്കലും മതിയായിട്ട് തീരുന്നില്ല. താൻ പിന്നെയും പണം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചിന്തിക്കുകയും പോവുകയും ആ നിലയിൽ താൻ ഏറ്റവും ശാപകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുകയുണ്ടായി. യേശു കർത്താവ് തന്നെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്ന് വെച്ചാൽ പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ തനിക്കുള്ള തൃപ്തിയില്ലായ്മ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് വലിയ വിപത്തിലേക്കാണ്. നാം ഗേഹസിയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ എലീശയുടെ വൃത്തിനായ ഗേഹസി. നാം തന്നെക്കുറിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണ്, താൻ പണത്തിന് വേണ്ടി കള്ളം പറഞ്ഞ് നയമാൻ്റെ പിറകെ പോയി. ദെൻ എലീശ അറിഞ്ഞിട്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞു.
എന്നാൽ ഗേഹസിക്ക് നയമാൻ്റെ കുഷ്ഠം കിട്ടിയതായിട്ട് നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം ഓർക്കുമ്പോൾ വളരെ ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു കാര്യം ഇനിയാണ്. അന്ന് കാലഘട്ടങ്ങളിൽ ഈ ഗേഹസി എലിയാവിൻ്റെ വൃത്തിനായിരുന്ന എലീശ. അപ്പോൾ എലിയാവിൻ്റെ കാലശേഷം എലീശ ഇസ്രായേലിലെ പ്രവാചകനായി. നാം ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശയുടെ കാലഘട്ടത്തിൽ മോശ യോശുവ കാലഘട്ടത്തിലെ there were miracles, അത്ഭുതം സംഭവിച്ചു. അതിനുശേഷം സംഭവിക്കുന്നത് എലിയാവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എലിയാവിന് ശേഷം എലിയാവിൻ്റെ വൃത്തിനായ എലീശയായിരുന്നു ഈ ഇസ്രായേലിലെ പ്രവാചകൻ. അതിനുശേഷം ന്യായമായിട്ടും ഗേഹസിയാകേണ്ടതായിരുന്നു. എന്നാൽ പണത്തോടുള്ള തൻ്റെ വാഞ്ച, തനിക്കുള്ള പണത്തോടുള്ള അത്യാഗ്രഹം അത്യാഗ്രഹം കൊണ്ടെന്ത് സംഭവിച്ചു? തനിക്ക് കുഷ്ഠം വന്നു. കുഷ്ഠം വന്നപ്പോൾ ഉണ്ടായ കാര്യം എന്നുള്ളത് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ തനിക്കും തൻ്റെ സന്തതിക്ക് കുഷ്ഠം കിട്ടിയപ്പോൾ തൻ്റെ മക്കൾ കൊടുത്ത ലീഗസി എന്നുള്ളത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള ഒരു വേർപാടായിരുന്നു. എനിക്ക് മനസ്സിലായി കാണണം. അപ്പോൾ താനും തൻ്റെ മക്കളും കുഷ്ഠരോഗിയായി തീർന്നപ്പോൾ തൻ്റെ മക്കളോ തൻ്റെ ജനങ്ങളോ പിന്നെ ഒരിക്കലും ദൈവത്തിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് വെച്ചാൽ പണത്തോടുള്ള തൻ്റെ ആർത്തി, തൻ്റെ മക്കൾക്ക് താൻ നൽകിയ ലീഗസി എന്നുള്ളത് എന്നേക്കുമുള്ള ദൈവികമായ വേർപാടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നാം അറിയാതെയോ അറിഞ്ഞൊക്കെ നമുക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണിത്. നാം പണം വേണ്ട എന്നല്ലെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടെ പണം ഉണ്ടാകുമ്പോൾ നാം അതിനായിട്ട് കാര്യമായിട്ട് വാഞ്ചിക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. ഗേഹസിയും ഈ പറഞ്ഞ യൂദയെ നമുക്കൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. മർക്കോസ് സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം തന്നെ അതിൻ്റെ 15-ാം വാക്യം. അത് യേശു പെസഹ കഴിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ വായിക്കുന്നു, അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. നാം നേരത്തെ കണ്ട വേദഭാഗത്തിൽ മറിയ കർത്താവിനായിട്ട് വലിയ വില കൊടുത്ത് വിലയേറിയ ഒരു തൈലം മറിയ കർത്താവിനായിട്ട് കൊടുത്തായിരുന്നു വായിക്കുന്നു. ഇവിടെ വായിക്കുന്നത് വിരിച്ചൊരുക്കിയ വലിയ ഒരു മാളിക കർത്താവിനായിട്ട് കൊടുത്ത ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇത് കർത്താവ് പെസഹ കഴിക്കുമ്പോൾ തൻ്റെ സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണം, താൻ ഒരു വലിയ മാളിക തനിക്ക് വിരിച്ചൊരുക്കിയ വലിയ മാളിക തനിക്ക് കിട്ടുകയായിരുന്നു. നാം ഈ യഹൂദന്മാരുടെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. യഹൂദന്മാർക്ക് 3 മുറികളുണ്ടത്രേ. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടാണത്. 3 മുറികളുണ്ടത്രേ. അതിൽ ഏറ്റവും രഹസ്യമായിട്ട് എന്താ പറയുക, കുടുംബാംഗമായിട്ട് രഹസ്യമായിട്ട് സംബന്ധിപ്പാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ മാളിക മുറി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മാളിക മുറി കർത്താവിന് കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ബൈബിളിൽ അങ്ങനെ പേര് പറയാത്ത നല്ല കാര്യങ്ങൾ ചിലരൊക്കെയുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. തൻ്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. താൻ കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മുറി കൊടുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് അതിന് കഴിയാതെ പോകാം. പലപ്പോഴും കൊടുക്കുന്നില്ല എന്നല്ല, എന്നാൽ ഏറ്റവും പ്രധാനമായത് കർത്താവിന് കൊടുക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഈ വ്യക്തി പറയുന്നുണ്ട്, താൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, തൻ്റെ ജോലി എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ താൻ കർത്താവിന് വളരെ വലിയ അല്ലെങ്കിൽ ഒരു വൻമാളിക കൊടുത്ത് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, കർത്താവിന് കൊടുക്കുമ്പോൾ നാം ഏറ്റവും ശ്രേഷ്ഠമായത് നാം കൊടുക്കേണ്ടതുണ്ട്. നാം മലാക്കി പ്രവചനം വായിക്കുമ്പോൾ വായിക്കുന്ന വാക്യമുണ്ടല്ലോ, നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെയും മുടന്നുള്ളതിനെയും ദീനമുള്ളതിനെയും തരുന്നുണ്ട് എന്ന്. ഞാൻ മഹാരാജാവല്ലോ എന്ന് ദൈവം ചോദിക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് പൊട്ടിയതോ ദീനമുള്ളത് എനിക്ക് വേണ്ടതില്ല, ഞാൻ മഹാരാജാവാണ് എന്ന് ദൈവം പറയുകയാണ്. ആ മലാക്കി പ്രവചനത്തിൽ പ്രത്യേകമായ വാക്യം വളരെ സ്പർശിച്ച വാക്യം എങ്ങനെയാണ്? അതിങ്ങനെയായിരുന്നു, എൻ്റെ ആലയത്തിൽ, യഹോവ പറയുകയാണ്, എൻ്റെ ആലയത്തിൽ വെറുതെ തീ കത്താതിരിക്കേണ്ടതിന് ആരെങ്കിലും വാതിൽ അടച്ചുകൊണ്ടാൽ നന്നായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ധൂപം കത്തിക്കേണ്ടതില്ല, നിങ്ങളുടെ യാഗത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് യഹോവ പറയുകയാണ്. എന്തുകൊണ്ടാണത്? അവർ യഹോവയ്ക്ക് കൊടുത്തിരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതായിരുന്നില്ല, മറിച്ച് മുടന്നുള്ളതിനെയും കണ്ണു പൊട്ടിയതിനെയും അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ഡാമേജായ സാധനം കർത്താവിന് കൊടുത്തു. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ യാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ അമാവാസികളോ നിങ്ങളുടെ
യോഗങ്ങളൊന്നും എനിക്ക് പ്രസാദമില്ല എന്ന് യഹോവ മലാക്കി പ്രവചനത്തിൽ പറയുകയാണ്. നമുക്കറിയാം, മലാക്കിക്ക് ശേഷം നീണ്ട 400 സംവത്സരം യഹോവ തൻ്റെ ജനത്തോട് സംവദിച്ചില്ല. നാം അത് അറിയുന്നുണ്ട്. നാം ബൈബിൾ വായിക്കുമ്പോൾ, മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ശരിക്കും മലാക്കി കഴിഞ്ഞാൽ ഒരു വെള്ള പേജാണ് അല്ലേ, വെള്ള പേജാണ്. എന്നാൽ ശരിക്കും ഇവിടെ കറുത്ത പേജാണ് വരുന്നത്. എന്ന് വെച്ചാൽ ദൈവം സംസാരിക്കാത്ത ഇരുണ്ട കാലഘട്ടമാണത്, ഇരുണ്ട കാലഘട്ടം. ഇന്ന് 400 സംവത്സരം അവർ ദൈവത്തിന് ശബ്ദം കേട്ടതേ ഇല്ല. അതിനുശേഷം അവസാനമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞത്, നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം കൊടുക്കാതെ നമ്മുടെ ലീഷർ ടൈം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജിലൊക്കെ കർത്താവിന് കൊടുക്കുന്നുണ്ട് എന്ന് കർത്താവിൽ പ്രസാദിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ വർഷങ്ങളിൽ നമുക്ക് പുതിയ പ്രവേശിക്കും. നമുക്ക് ഓർക്കാം, കർത്താവിന് ഏറ്റവും പ്രധാനമായത് കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചിന്ത ആദ്യം പറയുകയുണ്ടായി. മറിയ വളരെ വിലയേറിയ ഒരു എണ്ണ കൊടുത്തു. നമുക്കറിയാം, മറിയ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. താൻ വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ലായിരുന്നു. എങ്കിലും കർത്താവിനോടുള്ള സ്നേഹമുഖാന്തരം താൻ വളരെ വിലയേറിയ എണ്ണ, ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ, ഒരു സാധാരണക്കാരൻ ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന പണം അതിന് വേണം. താൻ കർത്താവിനായിട്ട് അത് മുഴുവൻ കൊടുത്തു. അത് കൊടുത്തിട്ടും ശിഷ്യന്മാർ തന്നെ ശാസിച്ചു എന്ന് കർത്താവ് ശ്ലാഘിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ അവർ നമ്മളെ ശ്ലാഘിച്ചില്ല എന്ന് വന്നാൽ, എന്നാൽ കർത്താവ് ശ്ലാഘിക്കുന്നുണ്ട് എന്നൊരിക്കൽ മറ്റുള്ളവർ ശ്ലാഘിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിന് കൂടെ നിൽപ്പാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതുണ്ട്. ഞാൻ രണ്ടാമത് പറയേണ്ട ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ബൈബിളിൽ അങ്ങനെ പലരുണ്ട്. നമുക്കറിയാം, 5 അപ്പം കൊണ്ട് വരുന്ന ആ ബാലൻ്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവൻ നയമാൻ്റെ വീട്ടിലൊരു കൊച്ചു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമുക്ക് അവൻ്റെ പേര് അറിഞ്ഞുകൂടാ. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, ആ വ്യക്തി കർത്താവിൻ്റെ വലിയ ഒരു മാളിക തനിക്ക് ശിഷ്യന്മാരും കൊടുത്തു. ഇന്ന് രാത്രിയിൽ നാം പുതിയ വർഷത്തെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, അടുത്തൊരു വർഷം കർത്താവ് തരുമ്പോൾ ഏറ്റവും പ്രധാനമായത്, ഏറ്റവും മേത്തരമായത് കർത്താവിന് കൊടുക്കാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതുണ്ട്. നാം അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് വരികിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടാക്കുവാൻ ഇടയായി തീരുന്നത് എന്ന് സഹായിക്കട്ടെ. ദൈവം മോത്തപ്പെടട്ടെ.